സുവിശേഷത്തിൻ ദീപതെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം മന്ന 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 മുറിഞ്ഞു തളർന്നു വീണു ഞാൻ
കൂടെയുണ്ട്. കുഞ്ഞേ നിന്നെ പിരിയാത്തൊരുവൻ എന്നാളും കൂടെയുണ്ട്. മിഴി നിറഞ്ഞു മനം മുറിഞ്ഞു തളർന്നു വീണു ഞാൻ. ഇരുളുമൂടും വഴികളേറെ കടന്നു പോകണം. ആരുമില്ല കാവലായി കാത്തുകൊള്ളുക നീ, കാത്തുകൊള്ളുക നീ. ആരുമില്ല കാവലായി കാത്തുകൊള്ളുക നീ, കാത്തുകൊള്ളുക നീ. മിഴി നിറഞ്ഞു മനം മുറിഞ്ഞു തളർന്നു വീണു ഞാൻ. ഇരുളുമൂടും വഴികളേറെ കടന്നു പോകണം. കർത്താവായ യേശുവേ, ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ വിഷയങ്ങളിലേക്ക് അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, ഞങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 തെസ്സലോനി 4-ാം അധ്യായം 3-7 വചനങ്ങൾ കർത്താവ് നമ്മോട് പറയുകയാണ്, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്, അശുദ്ധിയിലേക്കല്ല. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, മാമോദീസ സ്വീകരിച്ച നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധി ഒരു വിളിയാണ്. കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ പറയും, വിശുദ്ധി ചിലർക്കു മാത്രം മാറ്റിവെക്കപ്പെട്ട ഒന്നല്ല, പിന്നെയോ ക്രിസ്ത്യാനികളായ നമ്മുടെ എല്ലാവരുടെയും കടമയാണ്, ഉത്തരവാദിത്വമാണ് വിശുദ്ധിയിലേക്കുള്ള വിളി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കാർഡിനൽ സൂനൻ പറയും, വിശുദ്ധരാകുവാൻ വിളിക്കപ്പെട്ടവരല്ല, വിശുദ്ധിയിൽ ആയിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വചനം നമ്മോട് പറയുകയാണ്. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങളിലൂടെ നയിക്കണമെങ്കിൽ കർത്താവിൻ്റെ വിശുദ്ധിയിലേക്കുള്ള വിളിയിലേക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കണം. ഈ വിളി ലഭിക്കുന്നത്, നമ്മെ തന്നെ കർത്താവ് വിശുദ്ധീകരിക്കുന്നത് തിരുസഭയിലൂടെയാണ്. വിശുദ്ധ സിപ്രിയാൻ ഇങ്ങനെയാണ് പറയുക, സഭയ്ക്ക് പുറമെ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ സഭയിലൂടെ ദൈവമക്കളായ നമ്മൾക്ക് ലഭിക്കുന്ന വിശുദ്ധിയുടെ നീർച്ചാലുകളാകുന്ന കുദാശയിലൂടെ ഒരു വ്യക്തിയെ കർത്താവ് വിശുദ്ധീകരിക്കുന്നു. ഏതൊക്കെയാണ് നീർച്ചാലുകൾ? വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് തൻ്റെ ശരീരവും രക്തവും നമുക്ക് നൽകി നമ്മെ വിശുദ്ധീകരിക്കുന്നു.
ആത്മാവിൻ്റെ രോഗമാകുന്ന പാപങ്ങളെ കഴുകി വിശുദ്ധീകരിക്കാൻ കർത്താവ് കുമ്പസാരം എന്ന കുദാശയിലൂടെ നമ്മളെ വിശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുദാശകളിലൂടെ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുകയാണ്. കുദാശ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിശുദ്ധീകരിക്കുന്ന കർമ്മമെന്നാണ്. അദൃശ്യമായ പ്രസാദപരത്തെ സൂചിപ്പിക്കുകയും നൽകുകയും ചെയ്യുന്ന ദൃശ്യമായ അടയാളമാണ് കുദാശകൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവ് നമ്മളെ വിശുദ്ധിയിലേക്ക് വിളിക്കുന്നത് നമ്മളിലുള്ള മൂലപാപങ്ങൾ തലപൊക്കുമ്പോൾ മൂലപാപങ്ങളുടെ അധംപതനത്തിൽ നിന്നും പുണ്യത്തിലേക്കുള്ള വളർച്ചയാണ് വിശുദ്ധി. മൂലപാപങ്ങളാകുന്ന അലസത, അഹംഭാവം, കോപം, ശത്രുത, മൂന്നാസക്തികൾ, ജഡികാസക്തി, ഭോജനാസക്തി, ദ്രവ്യാസക്തി, ഇവ തലപൊക്കുമ്പോൾ അതിനെ പുണ്യം കൊണ്ട് വിശുദ്ധി കൊണ്ട് കീഴടക്കാൻ കർത്താവ് നമ്മോട് പറയുകയാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം തിരുവചനം നമ്മൾ കാണുന്നുണ്ട്. ഇതാ, കണ്ണിനിമ്പകരവും അഭികാമ്യവും അറിവേകാൻ കഴിയുമെന്നതിനാൽ ഈ പഴം വളരെ ആകർഷണീയമായി ഹവ്വായ്ക്ക് തോന്നി. അവൾ ആ പഴം പറിച്ച് തിന്നു, ഭർത്താവിനും കൊടുത്തു. വചനം പറയുകയാ, ഉടനെ അവളുടെ കണ്ണുകൾ തുറന്നു, അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ആധുനിക ലോകത്തിൽ നമ്മുടെ കുടുംബത്തിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് ഈ ലോകത്തിൻ്റെ ചില പഴങ്ങൾ തിന്മ വെച്ചു നീട്ടപ്പെടുന്നുണ്ട്. ഈ പഴം കഴിക്കുന്ന, ഭക്ഷിക്കുന്ന നമ്മുടെ ആത്മീയ ജീവിതം, വിശുദ്ധി, നിത്യജീവൻ, വരപ്രസാദം നഷ്ടപ്പെടുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിത്യജീവൻ നഷ്ടപ്പെടുന്ന ലോകത്തിൻ്റെ ചില മായിക കാഴ്ചകൾ, ലോകം വെച്ചു നീട്ടുന്ന ചില സുഖങ്ങൾ, ലോകം വെച്ചു നീട്ടുന്ന പാപത്തിൻ്റെ കെണികൾ, യേശയ്യ ഇങ്ങനെയാണ് പറയുക: നന്മയെ തിന്മയെന്ന് പറയുന്നവന് ദുരിതം, തിന്മയെ നന്മയെന്ന് പറയുന്നവന് ദുരിതം. പ്രിയ ദൈവമക്കളെ, നമ്മുടെയൊക്കെ കുടുംബത്തിലേക്ക് ഇന്ന് കടന്നു വരുന്ന ചില തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മുടെ വിശുദ്ധിയും കൃപയും നിത്യജീവനും നഷ്ടപ്പെടുത്തുന്ന, നമ്മൾ ജീവൻ നഷ്ടപ്പെടുന്ന ചില കെണികൾക്ക് ഇന്ന് നാം അടിമയാണോ എന്ന് നമുക്ക് ഈ നിമിഷങ്ങളിൽ ചിന്തിക്കാം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആ കനി പറിച്ചു തിന്ന ഉടനെ അവരുടെ ഉൾക്കണ്ണുകൾ അടഞ്ഞു എന്ന് പറഞ്ഞാൽ ആന്തരിക നേത്രങ്ങൾ അടഞ്ഞു. ഹൃദയം കൊണ്ട് ദൈവത്തെ അനുഭവിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയി. ഹൃദയം അടയുക എന്ന് പറഞ്ഞാൽ വിശുദ്ധി നഷ്ടപ്പെടുക, വരപ്രസാദം, നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. ഹൃദയം അടഞ്ഞു, പുറമേയുള്ള കണ്ണുകൾ തുറന്നു. ഇന്ന് പല വ്യക്തികളുടെയും ആത്മീയ ജീവിതത്തിൻ്റെ തകർച്ച, ഹൃദയം അടഞ്ഞു പോയിരിക്കുന്നു. ലോകം വെച്ചു നീട്ടുന്ന പലതിൻ്റെയും പുറകെ പോയപ്പോൾ കണ്ണിലൂടെ, കാതിലൂടെ, ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് പാപത്തെ ഹൃദയത്തിലേക്ക്, ലോകത്തിലേക്ക് തുറന്നിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ജീവൻ നഷ്ടപ്പെടും, വിശുദ്ധി നഷ്ടപ്പെടും, പ്രാർത്ഥന നഷ്ടപ്പെടും, അരൂപി നഷ്ടപ്പെടും. ജഡിക മനുഷ്യരായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഈ ലോകത്തിൽ ലോകത്തോടൊപ്പം ലോകത്തിൻ്റെതല്ലാത്ത രീതിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. വിശുദ്ധി എന്നത് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടുള്ള ജീവിതമാണ് വിശുദ്ധി. ഹല്ലേലൂയ. യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുക. യേശുവിനോട് ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വചനത്തിൽ ജീവിക്കുക, യേശുവിൻ്റെ കുദാശയോട് ചേർന്ന് ജീവിക്കുക, യേശുവിൻ്റെ തിരുശരീരങ്ങൾ സ്വീകരിക്കുക, ദിവ്യകാരുണ്യത്തെ ഉൾക്കൊള്ളുക, വചനം പഠിക്കുക, വ്യക്തിപരമായി പ്രാർത്ഥിക്കുക, സുവിശേഷ ശുശ്രൂഷകൾ ചെയ്യുക, ഉപബലിയുടെയും
എളിയ ശുശ്രൂഷകൾ ചെയ്ത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ കർത്താവ് നമുക്ക് വഴികൾ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിലേക്ക് വിശുദ്ധി കടന്നു വരുന്ന വഴികളാണ് കുടുംബത്തിലെ പ്രാർത്ഥന, ദൈവാരാധന. കുടുംബങ്ങൾ വിശുദ്ധി വിളിച്ചു പറയേണ്ട ഇടമായി തീരേണ്ട കാലഘട്ടമാണ് ഈ കാലഘട്ടം. നമ്മളെ പാപത്തിലേക്കും അശുദ്ധിയിലേക്കും പോകുന്ന ലോകത്തിൻ്റെ ചില വഴികൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പാടെ എടുത്തു മാറ്റണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ വിളിക്കുന്നത് വിശുദ്ധിയുടെ ശുശ്രൂഷ ചെയ്യാനാണ്. ഈ വിളി ദൈവിക ശുശ്രൂഷയിലേക്ക് തമ്പുരാൻ നമ്മളെ ഉയർത്തുകയാണ്, നയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുടുംബത്തിൽ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ വന്നു. ഞങ്ങൾ ഓർക്കുകയാണ്, 5-ാമത്തെ കുഞ്ഞിനെ കർത്താവ് തന്നപ്പോൾ ആ സമയത്ത് ഭാര്യയ്ക്ക് ഭയങ്കരമായ പ്രമേഹം കൂടിയപ്പോൾ 2 നേരം കൂടിയ അളവിൽ ഇൻസുലിൻ എടുക്കേണ്ട വന്ന സാഹചര്യം. ആ സമയത്ത് ഞങ്ങളുടെ കൂടെ കുറെ അമ്മമാരുണ്ട്. പാവപ്പെട്ട വീടുകളിൽ നിന്നും, തകർന്ന കുടുംബങ്ങളിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട തകർന്ന അമ്മമാരെ പരിപാലിക്കുന്ന ഞങ്ങളുടെ കുടുംബം. ഒപ്പം തെരുവുകളിലൂടെ ഭക്ഷണപ്പൊതിയുമായി കടന്നു പോകണം. ഇങ്ങനെയുള്ള ഉപബിയുടെ കാരുണ്യത്തിൻ്റെ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും കുടുംബത്തിൽ പല പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ മക്കളെയും കൂട്ടിയിരുത്തി ഒന്നിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിസന്ധികൾ കുടുംബത്തിൽ നിന്നും മാറാൻ തുടങ്ങി. കർത്താവ് കുടുംബത്തിലേക്ക് അനുഗ്രഹം വർഷിക്കാൻ തുടങ്ങി. ഒന്നിച്ച് ദേവാലയത്തിലേക്ക് കുടുംബം കടന്നു പോകുമ്പോൾ, ദീപബലിക്ക് വേണ്ടി പോകുമ്പോൾ കർത്താവ് കുടുംബത്തിലേക്ക് വലിയ വലിയ കൃപകൾ വർഷിക്കാൻ തുടങ്ങി. മല പോലുള്ള, ചെങ്കടൽ പോലുള്ള പ്രതിസന്ധികൾ കുടുംബത്തിൽ നിന്ന് മാറാൻ തുടങ്ങി. സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം 29-ാമത്തെ തിരുവചനം, എൻ്റെ കർത്താവിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കിടക്കും, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളാകുന്ന, രോഗങ്ങളാകുന്ന, ചെങ്കടലാകുന്ന, മല പോലുള്ള പ്രശ്നങ്ങൾ, കോട്ടകളെ അതിജീവിക്കാൻ കുടുംബത്തിൽ ഒന്നിച്ചേർന്നുള്ള പ്രാർത്ഥന, ദൈവാരാധന നടത്തുമ്പോൾ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശക്തി കർത്താവ് തരും. വ്യക്തിപരമായ പ്രാർത്ഥനയും വചന പാരായണവും കുദാശ ജീവിതവും പ്രേക്ഷിത ശുശ്രൂഷ, ഉപവി ശുശ്രൂഷകളും ആരംഭിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കൃപയ്ക്ക് മേൽ കൃപകൾ വർഷിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതിസന്ധികൾ കർത്താവ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കാറുണ്ട്. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ എന്തെന്നാൽ, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം, വിശുദ്ധ ജീവിതം, വിശ്വാസ ജീവിതം, പ്രാർത്ഥനയുടെ ജീവിതം പരീക്ഷിക്കപ്പെടുന്ന തലങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കടന്നു വരും, കർത്താവ് അനുവദിക്കാറുണ്ട്. എന്താണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ പരീക്ഷകൾ കടന്നു വരുന്നത്? നമ്മുടെ മനസ്സ് തളരുന്ന ചില പ്രതിസന്ധികൾ ദൈവം അനുവദിക്കാറുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം, താൻ ഏറെ സ്നേഹിക്കുന്ന തൻ്റെ ഏകമകൻ, അബ്രാഹത്തിന്റെ ഏകമകൻ ഇസ്ഹാക്കിനെ ദൈവം പറയുകയാ, എനിക്ക് ദഹനബലിയായി അർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിന്റെ മനസ്സ് പിടയുന്നു, ഹൃദയം തകരുന്നു, വിശ്വാസ ജീവിതം പരീക്ഷിക്കപ്പെടുകയാണ്. അതിനെ അബ്രാഹാം വിശ്വാസം കൊണ്ട് അതിനെ അതിജീവിക്കുകയാണ്. ജോബിന്റെ ജീവിതത്തിൽ നമ്മൾ കാണും, അത് ശരീരത്തിലുള്ള വലിയൊരു പീഡയാണ്.
നീതിമാൻ, നിഷ്കളങ്കൻ, സത്യസന്ധനായ, വിശുദ്ധിയിൽ ജീവിച്ചിരുന്ന ജോബിനെ ദൈവം പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. സാത്താനെ അനുവദിക്കുകയാണ്. ജോബിന്റെ ശരീരം വ്രണതമായി ചാരത്തിലിരുന്ന് ഒരു ഓട്ട് കഷ്ണം കൊണ്ട് ശരീരം ചുരുണ്ടിക്കൊണ്ടിരിക്കുകയാണ്. വേദനയുടെ നടുവിൽ ഭാര്യ പറയും, ഹേ മനുഷ്യ, നിങ്ങൾ ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക, എന്തിനായി പീഡ അനുഭവിക്കുന്നത്? ജോബ് പറയും, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം ദൈവകരങ്ങളിൽ നിന്ന് തിന്മ സ്വീകരിക്കാൻ മടിക്കുകയാണോ? ഈ കാര്യങ്ങളിലും ഒന്നിലും ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ നമ്മൾ കാണുന്നുണ്ട് ആത്മീയ സമരത്തെക്കുറിച്ച് അവിടെ പറയുക. നമ്മുടെ അനുദിന ജീവിതത്തിൽ, വിശുദ്ധ ജീവിതത്തിൽ ഈ വിളിയില് ചില പരീക്ഷകൾ കടന്നു വരും. അത് സാത്താനാൽ പരീക്ഷിക്കപ്പെടാം. പ്രിയപ്പെട്ടവരെ, എഫെസ്യ ലേഖനം 6:16 വരുമ്പോൾ കാണാൻ പറ്റും വചനം ഇങ്ങനെയാ പറയുക, സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങൾ വിശ്വാസത്തിന്റെ പരിചയം എടുക്കുവിൻ. ഹല്ലേലൂയ. എവിടെയാ ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകൾ കടന്നു വരുന്നത്? അത് മനസ്സിലെ ചിന്തയില്ല. ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകൾ സാത്താൻ തിന്മ ചില കൂരമ്പുകൾ തൊടുത്തുവിടും. എന്തിനാ? വിശ്വാസം പരീക്ഷിക്കപ്പെടാൻ, വിശുദ്ധ ജീവിതം പരീക്ഷിക്കപ്പെടാൻ ചില കൂരമ്പുകൾ സാത്താൻ നമ്മുടെ ഉള്ളിലേക്ക്, മനസ്സിലേക്ക് തരും. കർത്താവിന്റെ വചനം പറയുക, അതിനെ വിശ്വാസത്തിന്റെ പരിചയെടുത്ത് അതിനെ തോൽപ്പിക്കണം, യുദ്ധം ചെയ്യണം. ദൈവവചനമാകുന്ന ആത്മാവിന് വാളെടുക്കണം. വിശ്വാസവും ദൈവവചനത്തിന്റെ വാളും എടുത്ത് യുദ്ധം ചെയ്യാൻ കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, വിശുദ്ധിയുടെ ജീവിതത്തിൽ നമ്മെ പിടിച്ചു നിർത്തുന്നത് ദൈവത്തിൻ്റെ വചനവും കുദാശ ജീവിതവും വ്യക്തിപരമായ പ്രാർത്ഥനയും ഉപവിപ്രവർത്തനങ്ങളും ജപമാലയും ഉപവാസവും ഒക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ, വിജയം വരിക്കാൻ, കർത്താവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കാൻ കർത്താവ് തരുന്ന ആയുധങ്ങളാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട ഒരു ദൈവമകന്റെ കുടുംബത്തിന്റെ ജീവിതത്തിൽ കാണാൻ പറ്റും തിന്മയോട് കൂട്ടുചേരാത്തവനാ വിശുദ്ധിയുടെ വഴി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ അടയാളം. പാപത്തോട് ഇതാ കൂട്ടുചേരാത്തവനാണ് വിശുദ്ധിയുടെ വഴി തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ. ലോകം മുഴുവൻ അതെ എന്ന് പറയുമ്പോൾ അല്ല എന്ന് പറഞ്ഞ് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നവനാണ് വിശുദ്ധിയുടെ ജീവിതം നയിക്കുന്ന വ്യക്തി. ഹല്ലേലൂയ. മക്കളെയും ഭാര്യയെയും ചേർത്ത് പിടിച്ച് ദൈവത്തെ ആരാധിക്കുന്ന കുടുംബം വിശുദ്ധിയുടെ വഴിയേയാണ്. ദൈവത്തിൻ്റെ മുൻപിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ കുടുംബത്തെ കർത്താവ് വിശുദ്ധിയിൽ പൊതിഞ്ഞ് സംരക്ഷിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഇന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് വിശുദ്ധിക്ക് തടസ്സമായി നിൽക്കുന്ന മേഖലകൾ എന്താണ്? ഇന്നെൻ്റെ വീട് വിശുദ്ധി വിളിച്ചു പറയേണ്ട ഇടമാണ്. ഇന്നെൻ്റെ വീട്ടിൽ അശുദ്ധിയുടെ, പാപത്തിൻ്റെ സ്വാധീനമുണ്ടെങ്കിൽ ഒരുപക്ഷേ ഞാൻ കണ്ണിലൂടെ കാണുന്നത് ചിത്രങ്ങൾ, മൊബൈല്, ഇന്റർനെറ്റ്, പ്രാർത്ഥനയ്ക്ക്, വിശുദ്ധിക്ക് തടസ്സമായി നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും വീട്ടിലും സൂക്ഷിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാടെ എടുത്തു മാറ്റാൻ കർത്താവ് നമ്മോട് പറയുകയാണ്. മദ്യപാനത്തിന് ആസക്തികൾ, ജഡിക പാപത്തിൻ്റെ സ്വാധീനങ്ങൾ ഇന്ന് നമ്മളെ വേട്ടയാടുമ്പോൾ അതിൻ്റെ മേൽ കർത്താവ് അധിക കൃപയും ബലവും തരുകയാണ്. ഇതാണ് വിശുദ്ധിയുടെ ജീവിതം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. പ്രതിസന്ധികളെ അതിജീവിക്കാൻ കർത്താവ് പറയുകയാ, പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ട്, ജപമാല കൊണ്ട്, ദൈവവചനം കൊണ്ട് പാപത്തെ, തിന്മയെ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും മാറ്റാൻ
കർത്താവിൻ്റെ വചനം നമ്മോട് പറയുക. സങ്കീർത്തനം 119 വചനം 9ഉം 11ഉം ഒക്കെ വചനം എങ്ങനെയാ പറയുക? അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ വചനങ്ങൾ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അവിടുത്തെ വചനത്തിൽ വ്യാപരിച്ചുകൊണ്ട് തന്നെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ വചനം സൂക്ഷിക്കുന്ന, ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനവും കുദാശയും സൂക്ഷിക്കുന്ന വ്യക്തിയുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നമുക്കൊരുങ്ങണം, പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രിയ ദൈവമക്കളെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കുടുംബം ഒന്നിച്ച്, ഞങ്ങൾ അപ്പനും അമ്മയും മക്കളും മക്കളെല്ലാം ചേർത്ത് പിടിച്ച് ഒരു ഗിറ്റാറും എടുത്ത് കയ്യിലൊരു ജിപ്സിയും എടുത്ത് എന്നും പ്രാർത്ഥിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാൻ, കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരമുണ്ട്. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശക്തി ലഭിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ ദൈവാരാധനയിലൂടെയാണ്. അതിലൂടെയാ പാവപ്പെട്ടവരെയും രോഗികളെയും തെരുവിൽ വിശന്നലയുന്നവരുടെ അടുക്കലേക്ക് സ്നേഹത്തിൻ്റെ പൊതിച്ചോറുമായിട്ട് ചേർത്ത് പിടിക്കാൻ, അനേകരിലേക്ക് സ്നേഹം പങ്കുവെച്ചു കൊടുക്കാൻ, കാരുണ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം ഞങ്ങൾക്ക് ബലവും ശക്തിയും തരുന്നത് ഒന്നിച്ചുള്ള പ്രാർത്ഥനയിലൂടെയാണ്. ഹബക്കൂക്ക് പ്രവാചകൻ നമ്മോട് പറയുക, 3-ാം അധ്യായം 19-ാം തിരുവചനം, കർത്താവാണ് എൻ്റെ ബലം, കർത്താവാണ് എൻ്റെ ബലം. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധിയുടെ ജീവിതം നയിക്കാൻ നമുക്ക് പറ്റും. നടപടി 1:8, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നടപടി 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് അവരിലേക്ക് കടന്നു വരുമ്പോഴാണ് അവരെല്ലാം ശക്തരായിട്ട് മാറുന്നത്, വിശുദ്ധരായിട്ട് മാറുന്നത്. അവരെ ഈ ലോകത്തിന് കീഴ്പ്പെടുത്താൻ, പരാജയപ്പെടുത്താൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ റോമാലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ സ്നേഹം അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വിശുദ്ധ ജീവൻ നയിക്കാൻ, പ്രാർത്ഥനയുടെ മനുഷ്യനാകാൻ, വിശുദ്ധി വിളിച്ചു പറയുന്ന ഇടം ഞങ്ങളുടെ കുടുംബമായി തീരാൻ കർത്താവേ ഞങ്ങൾക്ക് ശക്തി തരണമേ. ദൈവവചനത്തിനു വേണ്ടി ജീവിക്കാൻ കൃപ തരണമേ. പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധിയിൽ പൊതിഞ്ഞു സൂക്ഷിക്കണമേ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന